എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 16-17. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. കരുണയും സഹായത്തിനുള്ള കൃപയും പ്രാപിക്കാം എന്ന വാഗ്ദത്തമാണ് നാം ഇവിടെ കാണുന്നത്. പക്ഷേ അതിനായി ഒരു വ്യവസ്ഥ വച്ചിരിക്കുന്നു. നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ലണം. മാനുഷിക ബലഹീനതകളുള്ള നമുക്ക് കൃപാസനത്തോട് അടുത്തു ചെല്ലാൻ സാധാരണ നിലയിൽ കഴിയുകയില്ല. പഴയ നിയമത്തിൽ ദൈവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിലേക്ക് ചെല്ലണമെങ്കിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ കഴിയൂ. മഹാപാപ പരിഹാര ദിവസം ആദ്യം തൻ്റെ പാപത്തിനും പിന്നെ ജനത്തിൻ്റെ പാപത്തിനും പ്രായശ്ചിത്ത യാഗം അർപ്പിച്ച് ജനത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള യാഗരക്തവുമായാണ് കൃപാസനത്തിലേക്ക് ചെല്ലുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് ചെല്ലാം എന്നല്ല നാം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കൃപാസനത്തോട് അടുത്തു ചെല്ലാം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ന് ആക്ഷരിക ദൈവാലയത്തിലേക്കല്ല നാം ചെല്ലുന്നത്, ആത്മീയ ദൈവാലയത്തിലേക്കാണ്. അഥവാ വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കാരണം അവിടെയാണ് നമുക്ക് കരുണയും സഹായത്തിനുള്ള കൃപയും ലഭിക്കുന്നത്. പക്ഷേ നമ്മുടെ പാപം നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നതാകയാൽ നമുക്ക് അങ്ങനെ ദൈവസിംഹാസനത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല. അതേസമയം നമുക്കായി യേശുക്രിസ്തു മഹാപുരോഹിതനായി യാഗമായി തൻ്റെ ജീവരക്തം കൃപാസനത്തിൽ അർപ്പിച്ചു. അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല പിളർന്ന് നമുക്കായി കൃപാസനത്തിലേക്ക് വാതിൽ തുറന്നു. യേശുക്രിസ്തു ഇന്നും നമുക്കായി ദൈവപിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ നാം ദൈവത്തിൽ നിന്ന് ധാരാളം കരുണ പ്രാപിക്കുന്നു. ക്രിസ്തുവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ദൈവസിംഹാസനത്തോട് അടുത്തു ചെല്ലുന്നതിനാൽ സഹായത്തിനുള്ള കൃപയും ധാരാളം പ്രാപിക്കാം. ഈ വാഗ്ദത്തം നമുക്കുള്ളതിനാൽ ധൈര്യത്തോടെ ദൈവത്തോട് അടുത്തു ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.